ഹായ്, ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും. ഇപ്പോൾ സമയം കൃത്യം 3 മണി. പതിവ് പോലെ നമ്മുടെ ന്യൂസ് 3 ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ അതിഥികളും വിശേഷങ്ങളും അവരുടെ കുറേ കാര്യങ്ങളുമൊക്കെ നമ്മൾ ന്യൂസ് 3 കൊണ്ടുപോകാറ്. ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ആ അതിഥി ആരാണെന്നല്ലേ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുൻപ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നേരെ അതിഥിയിലേക്ക് എത്താം. മാസപ്പടി കേസ് അന്വേഷിക്കാൻ വിജിലൻസ് വരില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം. 2 ഹർജികളും ഹൈക്കോടതി തള്ളി. നിയമയുദ്ധം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശമെന്ന് സുപ്രീം കോടതി. കവിതയുടെ പേരിൽ കോൺഗ്രസ് എംപിക്കെതിരെ ഗുജറാത്ത് പോലീസ് എടുത്ത കേസ് റദ്ദാക്കി. അപ്രിയമായ അഭിപ്രായം പറയുന്നവരുടെ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന് കോടതി. സംഘപരിവാർ പ്രതിഷേധങ്ങൾക്കിടെ എമ്പുരാൻ ഏറ്റെടുത്ത ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയെന്ന് വാദം. ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമയെന്ന വാദം ശക്തമാക്കി സംഘ് പരിവാർ അനുകൂലികൾ. കൂട്ടത്തോടെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തും പ്രതിഷേധം. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നടപടിയെടുക്കും. ഒറ്റത്തവണ കെട്ടിട നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് വില്ലേജ് ഓഫീസർക്ക് CPM നേതാവിന്റെ ഭീഷണി. പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സജുവിന്റെ ഭീഷണിക്ക് പിന്നാലെ അവധി അപേക്ഷയുമായി വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫ്. ഏരിയ സെക്രട്ടറിക്ക് പിന്തുണയുമായി രാജു എബ്രഹാം. ആലപ്പുഴ കളക്ടറേറ്റിലെ ജാതി വിവേചന പരാതിയിൽ ആരോപണ വിധേയെ സംരക്ഷിക്കാൻ നീക്കം. ഹുസൂർ ശിരസ്ദാർക്ക് വീഴ്ച വന്നിട്ടില്ല എന്ന് ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട്. ജാതി വിവേചനം നേരിട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഹുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SIക്ക് കുത്തേറ്റു. കുത്തേറ്റത് പൂജപ്പുര SI സുധീഷിന്. മദ്യലഹരിയിൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത യുവതി. നേപ്പാൾ സ്വദേശിനിയെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മ്യാൻമറിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തി. വ്യാപക നാശനഷ്ടമെന്ന ആദ്യ റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് വാർത്തകൾ തലക്കെട്ടിൽ കൂടി മനസ്സിലാക്കി. ഇനി പതിവ് പോലെ നമ്മൾ പോകുന്നത് നമ്മുടെ അതിഥിയിലേക്കാണ്. മറ്റാരുമല്ല, മോഡലും നർത്തകിയും ചിത്രകാരിയും അവതാരകയും ഒക്കെയായ ഒരു സർവകലാ വല്ലഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി റോസ്മി ഷാജി. റോസ്മി, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. സ്വാഗതം. ഞാൻ എന്തായാലും റോസ്മി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ലുലു ബ്യൂട്ടി ഫെസ്റ്റിവലിൽ ബ്യൂട്ടി ക്വീൻ കിരീടവും ഒപ്പം മിസ് കേരള 2024 ടോപ്പ് 5-ലെത്തിയ ആളുമാണ് റോസ്മി. അത് മാത്രമല്ല, നിരവധി പുരസ്കാരങ്ങളും റോസ്മിയെ തേടിയെത്തിയിട്ടുണ്ട്. Lulu Nivea Beauty Queen 2024 number 10 Rosmi Shaji. Ladies and gentlemen, let's hear it for Miss Dazzling with a strong round of applause. യെസ്, അപ്പോൾ ഒരിക്കൽ കൂടി ന്യൂസ് 3യിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് റോസ്മിയെ. റോസ്മിയെ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും കണ്ടു കഴിഞ്ഞു. റോസ്മിയുടെ നല്ല സുന്ദരമായ റാംബാഗൊക്കെയാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. റോസ്മി, ഇനി റോസ്മി ഒന്ന് റോസ്മിയെ പരിചയപ്പെടുത്തും. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? ഇത്രയും ചെറുപ്പത്തിൽ, ചെറിയ 22 വയസ്സുള്ള ചെറിയ കുട്ടി കൂടിയാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്രമാത്രം പുരസ്കാരങ്ങളൊക്കെ നേടിയെത്തി അങ്ങ് ഉയരത്തിലെത്തിയതിന്റെ ആ സീക്രട്ട് അതെന്തായിരുന്നു റോസ്മി? ഹായ്, ആദ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റോസ്മി. എനിക്കിപ്പോ 22 വയസ്സാണ്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ക്രൈസ്റ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ സ്കൂൾ പഠനത്തിന് ശേഷം കോളേജ്, ഞാനൊരു BTech കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. അത് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി.
ഞാനിപ്പം ഒരു മൾട്ടിനാഷണൽ കമ്പനി ക്വസ്റ്റ് ഗ്ലോബലിൽ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പം ഞാൻ എന്റെ പാഷനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചാല് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപോലത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എന്നുള്ളതല്ല, എനിക്ക് ഒന്ന് സംസാരിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഉത്തരം കൊടുക്കുമ്പോ നമ്മുടെ കൈ വിറയ്ക്കും. ചിലപ്പോൾ പഠിച്ചിട്ട് പോയത് തന്നെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്കത് എത്ര പഠിച്ചിട്ട് പോയാലും അപ്പൊ അത് പ്രോപ്പറായിട്ടൊന്ന് പറയാൻ പറ്റണമെന്നില്ല. അപ്പം ആ ഒരു ഫിയർ, ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ഒരു ഫിയർ, അതൊക്കെ ഒന്നും എനിക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതോടൊപ്പം എനിക്ക് ബ്യൂട്ടി ഇങ്ങനത്തെ ലൈക്ക് ഈ പറഞ്ഞ ഒരുങ്ങി അടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഓക്കെ, ഇതിലേക്ക് വന്നത് ഞാൻ എന്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ സൗന്ദര്യ മത്സരമായിരുന്നു ലുലു ബ്യൂട്ടി ഫെസ്റ്റ്. അപ്പം എന്റെ അമ്മയാണെങ്കിൽ ആണ് ആക്ച്വലി ഇതിനെ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ പണ്ടാണെങ്കിൽ വനിതയുടെ പേജിലൊക്കെ കാണുമ്പോൾ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിലൊക്കെ വനിതയൊക്കെ കാണുമ്പോഴേക്കും ഈ കവർ പേജിലും ഈ അകത്തെ പേജിലൊക്കെ ചേച്ചിമാരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പൊ നോക്കും ഈ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ ആവാൻ പറ്റും, നമുക്കറിയില്ല ഇത് എങ്ങനെയാണ്, ഇതിന്റെ പിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കെ എന്റെ അമ്മ ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ എനിക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും അമ്മ എന്നെ അപ്രോച്ച് ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യും. അങ്ങനെ ഈ ലുലുവിന്റെ വന്ന സമയത്ത്, അതായത് ലുലു ബ്യൂട്ടി ഫെസ്റ്റില് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തു. ആദ്യം കോള് വന്ന സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു. പക്ഷെ എനിക്ക് ഇങ്ങോട്ടൊരു റെസ്പോൺസും കിട്ടിയിരുന്നില്ല. സെക്കൻഡ് ടൈം ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തു. ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതിന്റെ വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്കൊരു റെസ്പോൺസും വന്നില്ല. മൂന്നാമത്തെ തവണ, അതായത് ഞാനിപ്പം എന്റെ ജോലി, ഞാനിപ്പോ ടെക്നോ പാർക്കിലാണ്, ക്വസ്റ്റ് ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി ലുലുവിന്റെ ഓഡീഷൻ നടന്നു. ആ സമയത്ത് ഞാൻ ലുലുവിന്റെ ഓഡീഷൻ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും. അങ്ങനെ മറ്റേത് നമ്മൾ ആ ഒരു കോവിഡ് ടൈം ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ ലൈവ് ഓഡീഷനിലായിരുന്നു. ഞാൻ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ലൈവായിട്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ആദ്യം ഓഡീഷനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ആദ്യം എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഡാൻസ് ചെയ്യും. അങ്ങനെ ഓൺ ദി സ്പോട്ട് ഡാൻസ് ചെയ്തു. റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു, റാമ്പ് വാക്ക് ചെയ്തു. അപ്പൊ ഇതിനെല്ലാം പിന്നില് എനിക്ക് ആ ഒരു ഓഡീഷൻ ഇതെല്ലാം കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റിയതല്ല. ഇതിന്റെ പിന്നിലെല്ലാം ഈ പറഞ്ഞ റാമ്പ് വാക്ക് ചെയ്യാനാണേലും ഈ പറഞ്ഞ ഡാൻസ് ചെയ്യാൻ പറ്റാനാണേലും എല്ലാം കുഞ്ഞിലേ തൊട്ടുള്ള ഓരോരോ നമ്മുടെ ഓരോ ചവിട്ടുപടി, നമ്മൾ പറയത്തില്ലേ ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, അതേപോലെ ഓരോരോ പടികളാണ് ഈ ഒരു സക്സസിലേക്ക് എത്തിച്ചത്. ഓക്കെ, അങ്ങനെ എനിക്ക് ഓഡീഷൻ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റി. എനിക്ക് ആക്ച്വലി ഒരു ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. ഞാനിപ്പം അതാണ് ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. റോസ്മി തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു, ഒരു അധ്യാപിക ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഉത്തരം പറയാൻ പേടിയുള്ള ഒരാളായിരുന്നു എന്ന് റോസ്മി തന്നെ പറഞ്ഞു. ആ റോസ്മി എങ്ങനെയാണ് ആ ഒരു ഭയമൊക്കെ മറികടന്ന് ഇത്ര വലിയൊരു വേദിയിലെത്തിയത്, അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ കൈയടിക്കുന്ന, അല്ലെങ്കിൽ നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന ഒരു വേദിയിലെത്തി ആ വേദിയെ റാംബാക്ക് ചെയ്ത് അവിടെ കിരീടം ചൂടാനുള്ള ഒരു ധൈര്യം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് സ്വയം മാറിയതാണോ? സ്വയം മാറിയത് തന്നെയാണ്. നമുക്കൊരു കാര്യത്തിനോട് പേടി ഉണ്ടെങ്കിൽ നമ്മളത് പേടിച്ച് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ ഫേസ് ചെയ്യണം. നമുക്ക് ഇത് സംസാരിക്കാൻ പേടിയാണെങ്കിൽ നമ്മൾ സംസാരിക്കണം. എങ്ങനെ നമ്മൾ ഉള്ളിൽ പേടി ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈം കുളമായിരിക്കും, സെക്കൻഡ് ടൈമും കുളമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക്, അതായത് ഞാൻ ഒരു ക്രിസ്ത്യൻ, പള്ളിയില് നമ്മള് ബൈബിള് വായിക്കുമല്ലോ. അപ്പം ആദ്യം ബൈബിള് വായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നു. പക്ഷെ നോക്കി വായിച്ചാൽ മതി, അവിടെ സാധനം കണ്ടന്റ് ഉണ്ട്, നോക്കി വായിച്ചാൽ മതി. എന്നാൽ പോലും നമ്മൾ വായിക്കുമ്പോൾ ഒരു ടെൻഷനാണ്, തെറ്റിപ്പോവോ, നോക്കി വായിച്ചാൽ പോലും ഞാൻ പറയുന്നത് തെറ്റാണോ, ആൾക്കാർ ജഡ്ജ് ചെയ്യുവോ, ഇപ്പൊ അതൊക്കെ തെറ്റിച്ച് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ ഒരു ജഡ്ജ്മെന്റ് പേടിക്കും. അതുപോലെ ഞാൻ ഭയങ്കര സെറ്റ് ചെയ്യാൻ തരും, പേടിയാവും. പക്ഷെ അത് എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാനത് വീണ്ടും ട്രൈ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്ത് തന്നെയാണ് ആ പേടി മാറ്റിയെടുത്തത് ആക്ച്വലി. അതേപോലെയാണ് ഇതേപോലെ ഈ മിസ് കേരളന്റെ വന്നപ്പാണേലും ഇതിന്റെയൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴും ഈ ക്യാമറയിൽ നോക്കി നമ്മൾ സംസാരിക്കണമല്ലോ. നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഇത് നമ്മളെല്ലാം ട്രെയിനിങ് ആണ്, നമ്മൾ ചെയ്ത് എടുക്കുന്ന, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ പലതവണ ചെയ്ത് കഴിയുമ്പോൾ ആ പേടി അങ്ങ് പോകും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരുപാട്
അങ്ങ് ഒരു കാര്യത്തിനെ കുറിച്ച് അത് അയ്യോ തോറ്റു പോയാ എന്ത് പറ്റും, അയ്യോ ഇനി ഞാൻ തോറ്റു പോയാലോ, അങ്ങനെ ആലോചിക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ചിലപ്പോ തോക്കുമായിരിക്കും, തോക്കണേ തോക്കട്ടെ, ജയിച്ചാ ജയിച്ചില്ലേ. അപ്പം നമ്മള് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെയാണല്ലേ റോസ്മി, നമ്മുടെ ധൈര്യം, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ സാധിക്കും. കാരണം അത്ര ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ എത്തി, നമ്മൾ പല ചരിത്രവും കണ്ടതാണ്. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തും സാധിക്കും, അങ്ങനെയാണോ? തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. പേടി ഒരിക്കലും ഫെയിൽ ആവോ എന്നുള്ള ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. സക്സസ് ഇപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, അവിടെ എത്തുന്നിടം വരെ ട്രൈ ചെയ്യുക. തോക്കുമായിരിക്കും, എല്ലാരും തോക്കാറുണ്ട്, തോക്കുന്ന ഒരു പുത്തിരിയല്ല. നമ്മൾ തോറ്റു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതൊരു പ്രശ്നമാവില്ല. തോറ്റാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമ്മൾ അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഓരോ തവണ തോക്കുമ്പോഴും അതിൽ നിന്ന് കുറെ ലെസൺസ് നമുക്ക് കിട്ടും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് തോക്കുമ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓ ഇങ്ങനായിരുന്നു, ഓ ഞാൻ ചെയ്തത് അവിടെ. ഇപ്പം വാക്കിങ്, ഇപ്പൊ നമ്മൾ ഈ റാം വാക്കിന്റെ കാര്യം പറഞ്ഞാലും ആദ്യം നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. നമ്മൾ എന്തുമാത്രം ആ ഹീൽസിൽ നടന്നാണ് ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്കൊന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പിന്നിൽ ഒരുപാട് ട്രെയിനിങ് ഉണ്ട്. യെസ്. അപ്പം ലുലുവിന്റെ വന്നു, നമ്മള് പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരാം. അങ്ങനെ ലുലുവിന്റെ ഓഡീഷൻ വന്നു, ഞാനത് നല്ല രീതിയിൽ ചെയ്തു. എനിക്ക് കിട്ടും, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയാ കിട്ടി, അങ്ങനെ ഒരു ഇതിലായിരുന്നു. എന്തായാലും വിളിച്ചു, അങ്ങനെ സെമി ഫൈനലിൽ പോയി. പിന്നെ ഇതിന്റെ പിന്നില് കോസ്റ്റ്യൂം കാര്യങ്ങള്. അപ്പൊ സെമിക്ക് നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്താൽ അടുത്ത് ഫിനാലേക്ക് വരുള്ളൂ. അപ്പൊ ഞാൻ ആക്ച്വലി ഫിനാലയില് ഇപ്പൊ ഡ്രസ് ആണെങ്കിലും അത് സെലക്ട് ചെയ്തപ്പോഴേക്കും ഫിനാലയില് ഈ ഒരു ഡ്രസ്സ് ഫിനാലയിലേക്ക് ഇടാം എന്ന് വിചാരിച്ച് ബാക്കപ്പ് ആക്കിയിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഓർത്തു നമ്മൾ അത് ഫിനാലയിൽ എത്തണമെങ്കിൽ നമ്മൾ സെമിയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ ബെസ്റ്റ് ഞാൻ സെമിയിൽ കൊടുത്തു. അങ്ങനെ എനിക്ക് സെമി ക്രാക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഫിനാലയിലേക്ക് വന്നത്. ഫിനാലെ ആണെങ്കിലും എന്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി മോഡൽസും ഇതിനു മുന്നേ ഓരോ ഇതൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പൊ എന്റെ മൈൻഡിലായോ ഞാൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മുന്നോട്ട് പോയി. അതായത് ഉള്ളില് പേടിയുണ്ടേലും അത് മുഖത്ത് വരരുത്. അപ്പം നമുക്ക് അത് ഹൈഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു മാർഗമാണ് നമ്മുടെ ചിരി. ആൾക്കാരെ നമ്മൾ കാണുമ്പോഴേക്കും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ ചിരി ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ അപ്പിയറൻസ്, എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് കാണുന്നത്. അത് വെച്ച് കൂളായിട്ട് പോവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റോസ്മി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തുടക്കം മുതൽ എന്നോട് സംസാരിക്കുമ്പോൾ തൊട്ട് ചിരി ഇതുവരെ മുഖത്തൊന്നും വാഴ്ന്നിട്ടില്ല. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. സാധാരണ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതൊരു വലിയ കഴിവായിട്ട് റോസ്മി കരുതുന്നുണ്ട്, ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ചോദിച്ചോളട്ടെ, ഈ മിസ് കേരളയിൽ അടക്കം പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്തെ റോസ്മിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, ആ ഒരു മത്സരത്തിൽ അത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സമയത്ത്? ഓക്കെ, അപ്പം ലുലു വിൻ ചെയ്തു. അപ്പം എനിക്ക് ഞാൻ വേണമെങ്കിൽ ലുലുവിന്റെ ക്രൗൺ കാണിക്കാം കേട്ടോ. ലാസ്റ്റാണ് എന്റെ ലുലുവിന്റെ ക്രൗൺ. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ക്രൗൺ. എത്രയോ ഞാൻ നോക്കും, എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. നമുക്ക് ഇങ്ങനെ ലോകസുന്ദരി, ഈ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ കാണുമ്പോൾ ഒരിക്കൽ എനിക്ക് ഈ ക്രൗൺ സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ തന്നെ എനിക്ക് ക്രൗൺ സ്വന്തമാക്കാൻ പറ്റും. അതാണ് ആക്ച്വലി എന്റെ മിസ് കേരളയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ള ഒരു കോൺഫിഡൻസ് തന്നത് ഈ ലുലുവിന്റെ വിജയമാണ്. അങ്ങനെ മിസ് കേരളയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഒരു തവണ കോമ്പറ്റീഷൻ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ മിസ് കേരളയ്ക്ക് പോയത് ആക്ച്വലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മിസ് കേരളയ്ക്ക് നമുക്ക് 10 ദിവസം ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് തന്നെ ഈ പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൂടാതെ തന്നെ 7 സബ് ടൈറ്റിൽസ് അതിലുണ്ട്. അപ്പൊ ആ സബ് ടൈറ്റിൽസിന് നമുക്ക് പ്രത്യേകം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഗ്രൂമിംഗ് ടൈമിൽ തന്നെയാണ് ഇവർ ഈ കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ സബ് ടൈറ്റിൽ കുറച്ച് അതായത് ബ്യൂട്ടിഫുൾ സ്മൈല്, മിസ് ബ്യൂട്ടിഫുൾ ഹെയർ, സ്കിന്ന്, അങ്ങനെ മിസ് ടാലന്റഡ്, ഇങ്ങനെ പറഞ്ഞിട്ട് പല ഇതുണ്ടായിരുന്നു. സബ് ടൈറ്റിൽസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ബ്യൂട്ടിഫുൾ സ്മൈല്, ഹെയർ, സ്കിന്ന്, ഇതിനൊക്കെ പ്രത്യേകം
ഡോക്ടേഴ്സ്, സ്മൈലിന്റെ ഡെന്റിസ്റ്റ്, സ്മൈൽ കറക്ഷന്റെ ഡോക്ടേഴ്സ്, അതേപോലെ ഹെയറിന്റെ ഡോക്ടർമാര്, ഡെർമറ്റോളജിസ്റ്റ്, ഇവരൊക്കെ ആക്ച്വലി നമ്മൾ നോക്കിയിട്ടാണ് ഇതിനെ വിന്നറിനെ സെലക്ട് ചെയ്തത്. ഞാൻ പണ്ട് ഈ കോമ്പറ്റീഷൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് നമ്മൾ ഈ പെർഫോമൻസ് നടക്കില്ലേ ആ ടൈമിൽ തന്നെ ആയിരിക്കും ഇവര് ചൂസ് ചെയ്യുന്നതെന്നത്. അപ്പൊ ഞാൻ ഓർക്കും, അയ്യോ ഇവരെങ്ങനെയാ ജസ്റ്റ് നമ്മളിപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ട് നിക്കുക, എങ്ങനെയാ ഇത് നോക്കുക. അപ്പൊ ഞാൻ ചുമ്മാ അങ്ങ് എടുക്കുന്നതായിരിക്കും അല്ലേ. പക്ഷെ ഞാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ട്. അതായത് ഇപ്പൊ സ്കിന്നിന് പോലെ ഫുൾ നമ്മളോട് പറയും മേക്കപ്പ് എല്ലാം മാറ്റി, ഇപ്പൊ കണ്ണെഴുതി കണ്ണുപോലും എല്ലാം തുടച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരിക്കുള്ള സ്കിൻ എങ്ങനെയാണോ, നമ്മൾ അത് സ്കിന്നിന്റെ കാര്യം പറയാണ്, നമ്മൾ ഇത് മാത്രം കെയർ ചെയ്യുന്നുണ്ട് ഒക്കെ അവര് ചോദിക്കും. അങ്ങനെയാണ് ഈ ബ്യൂട്ടിഫുൾ. അപ്പൊ അതേ ചോദ്യം ഞാനും ചോദിച്ചോളട്ടെ, എങ്ങനെയാണ് റോസ്മി സ്കിന്നൊക്കെ കെയർ ചെയ്യുന്നത്? ആ ആളുകൾക്ക് അറിയാനത് വലിയ താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ സൗന്ദര്യ സംരക്ഷണം എങ്ങനെയാണെന്നുള്ളത്. റോസ്മി ഒരു മോഡലാണ്, ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത്. അപ്പൊ റോസ്മിയുടെ ഒരു സ്കിൻ കെയർ എങ്ങനെയാണ്? ഓക്കെ, എന്റെ സ്കിന്നിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്റെ സ്കിൻ അധികം ഡ്രൈയും അല്ല ഓയിലി അല്ല, ഒരു നോർമൽ സ്കിന്നാണ്. അതുകൊണ്ട് എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം എന്റെ സ്കിന്നിന് ഇപ്പം അധികം ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടല്ല. എനിക്ക് ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എല്ലാം തന്നെ കെമിക്കലും ആണ്, അല്ലാത്തത് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മേടിച്ച് ഉപയോഗിക്കുന്ന കൂട്ടല്ല. ഞാൻ ഭയങ്കര എന്റെ സ്കിന്നിനെ കുറിച്ച് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പേടിയുള്ളൊരു കൂട്ടാണ്. ഒന്ന് നോക്കും, ട്രൈ ചെയ്തെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാ. വെള്ളം ഞാൻ കാരണം ഇപ്പം എന്റെ സ്കിൻ ആക്ച്വലി ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത് ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത്. മേ ബി ഇപ്പൊ നമ്മള് ഓരോന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും റിയാക്ഷൻസ് ഒക്കെ വരുന്നതും ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ വരാം. അപ്പം അധികം പ്രൊഡക്ട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം യൂസ് ചെയ്യണേ തന്നെ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം മേടിച്ച് ഉപയോഗിക്കരുത്. നമുക്ക് നമ്മുടെ സ്കിൻ നോക്കിയിട്ട് എന്താണോ പ്രശ്നം അതിന് സൊല്യൂഷൻ ആയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പം ഈ പറഞ്ഞ ഈ ഫേസ് വാഷ് ആണെങ്കിലും എപ്പോഴെപ്പോഴിട്ട് കഴുകണ്ട, അതൊക്കെ സ്കിന്നിന് മോശമാണ്. നമ്മളിപ്പോ മേക്കപ്പ് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ട്, അത് കഴുകി കളയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഈ നമ്മൾ പുറത്തു പോയി രാത്രി തിരിച്ചു വന്നു അതിനുശേഷം ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകുക. അല്ലാതെ ചുമ്മാ ആക്ച്വലി ഞങ്ങള് ഈ മിസ് കേരളന്റെ ഇതിന് പോയപ്പം നൂറുൽ ഷെരീഫ് മാം ആയിരുന്നു ഞങ്ങൾക്ക് ഗ്രൂമിങ്ങിന് തന്നെ. അപ്പൊ മാം പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോ ആണെങ്കിൽ പോലും ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ സ്കിൻ ആ സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫേസിൽ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ടാവും. അത് അത്രയും നേരം നമ്മുടെ സ്കിന്ന് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ മുഖം കഴുകിയിട്ട് കിടക്കുക. സ്കിൻ അത്രയും ബ്രീതബിൾ ആണ്. ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇരുന്നു കഴിഞ്ഞാൽ അല്ലെ നമ്മള് വീട്ടിലാണേലും മാക്സിമം നമ്മുടെ സ്കിന്ന് ബ്രീതബിൾ ആയിരിക്കണം. അധികം മേക്കപ്പ് ഇട്ട് ലെയർ അടിക്കാണ്ട് സ്കിന്നിനെ കെയർ ചെയ്യുക. പിന്നെ എന്താ പറയാ, മാക്സിമം ഇത് ചെയ്താൽ മതി. ശരി, അതോടൊപ്പം ചോദിച്ചോളട്ടെ, നമ്മൾ ഈ മോഡലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഈ ഡയറ്റൊക്കെ നോക്കി അങ്ങനെ ജീവിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈലാണോ നിങ്ങളുടേത്? അല്ലെങ്കിൽ റോസ്മി എങ്ങനെയാണ്? എപ്പോഴും ഡയറ്റ് നോക്കി കൃത്യം ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണോ? ഒരു നല്ല ആരോഗ്യം ഉണ്ടാവാൻ ഏത് തരത്തിലാണ് നമ്മൾ ഡയറ്റ് നോക്കേണ്ടത് റോസ്മി? ഓക്കെ, എന്റെ ശരീരപ്രകൃതി വെച്ചിട്ട് ഞാൻ പണ്ട് നല്ല മെലിഞ്ഞിരുന്നു, ഇതിനേക്കാളും മെലിഞ്ഞിരുന്ന. എന്റെ വെയിറ്റ് ഭയങ്കര ലോ ആയിരുന്നു. അപ്പം ഞാൻ പണ്ട് എന്താ പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മറ്റേ കമ്പിന്റെ മേളിൽ ഇത് കെട്ടിയേക്കുന്നു പോലിരിക്കും സാരി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ കഴിക്കാനൊന്നും തരത്തില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ള. അപ്പം ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ബൈക്ക് ഓടിക്കും. അപ്പം ഈ ബൈക്കിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഓക്കെ എനിക്ക് ഈ ബൈക്കിനെ കുറിച്ചിട്ട് ഒരു പറഞ്ഞോളൂ. സോറി, ചേച്ചി ചോദിച്ചതുണ്ടായിരുന്നു. അല്ല, ഈ ഡയറ്റ് ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്നാ ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ആദ്യം എന്റെ ബോഡീനെ ഈ പറഞ്ഞ നമ്മൾ കോമ്പറ്റീഷൻ ഒക്കെ പോകുമ്പം ഒരുപാട് മെലിഞ്ഞു കഴിഞ്ഞാലും അത്
ഭംഗി ഉണ്ടാവില്ല. ഒരു നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം എനിക്ക് അണ്ടർ വെയിറ്റ് ആയിരുന്നു. അപ്പൊ ഞാനത് എനിക്ക് ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, അതായത് കഴിക്കാൻ പാടുള്ളത് അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കഴിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ലിക്വിഡ് ആയിട്ട് നമുക്ക് പ്രോട്ടീൻ ഷേക്ക് കുടിക്കും. ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൊടുക്കും. അങ്ങനെ ഞാൻ വെയിറ്റ് കൂട്ടിയെടുത്തു. പക്ഷെ നമ്മൾ വെയിറ്റ് കൂട്ടിയെടുക്കുമ്പോൾ നേരത്ത് അത് ഹെൽത്തി ആയിട്ട് കൂട്ടാൻ ശ്രമിക്കാം. ഞാൻ ജിമ്മിൽ പോകും, ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ ജിമ്മിൽ പോകും, കൺസിസ്റ്റന്റ്ലി ജിമ്മിൽ പോകും. അപ്പം ജിമ്മിനോടൊപ്പം വർക്ക്ഔട്ട് പ്ലസ് ഫുഡ്. ജിമ്മ് ആക്ച്വലി ഒരു 30% ഉള്ളു, നമ്മുടെ ഫുഡാണ് മെയിൻ ആയിട്ട്. ഇപ്പോഴത്തെ പല ഞാൻ മിസ് കേരള പോയപ്പം ഒരു ഇതുണ്ടായത്, അതായത് എന്റെ റൂംമേറ്റ്, അവർക്ക് ആക്ച്വലി ആവശ്യത്തിനൊരു വലുപ്പമൊക്കെ ആയിരുന്നു, ഒരു പ്രോപ്പർ ബോഡി ആയിരുന്നു. പക്ഷെ ആൾക്ക് നമ്മള് മൂവീസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ആള് കഴിക്കാണ്ടിരുന്നു. ഇത് എന്നോട് പറഞ്ഞ കേട്ടോ, പണ്ടത്തെ കാര്യം കേട്ടോ. ആള് കഴിക്കാണ്ടിരുന്ന മെലിയാന്നുള്ളൊരു തെറ്റായ ധാരണ അല്ലേ? തെറ്റായ ധാരണയായിരുന്നു. ആൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കഴിക്കാണ്ടിരുന്ന, അതായത് പേരൻസ് വീട്ടില് ആ സമയത്ത് ഇല്ലായിരുന്നു. കഴിക്കാണ്ടിരുന്ന് ആകെ കൂടി വയ്യാണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലായി. പിന്നെ കുറെ സമയം എടുത്തു. റോസ്മി, എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങൾ അത് നിരവധി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം വണ്ണമുണ്ടെങ്കിൽ അത് മോശമാണെന്നുള്ള ചിന്താഗതി കാരണം എങ്ങനെയെങ്കിലും ഒന്ന് മെലിഞ്ഞ ശരീരം ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ പെൺകുട്ടികൾ കാണിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു പക്ഷേ റോസ്മി കേട്ടിട്ടുണ്ടാവും, കണ്ണൂരിലൊരു പെൺകുട്ടി ഭക്ഷണം കഴിക്കാതെ മരണപ്പെട്ടൊരു ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ഈ വണ്ണമുള്ളത് മോശമാണെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പെൺകുട്ടികളോടൊക്കെ റോസ്മിക്ക് എന്താണ് പറയാനുള്ളത് ഒരു മോഡൽ എന്നുള്ള നിലയിൽ? എനിക്ക് പറയാനുള്ളത്, വണ്ണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര വണ്ണം ഉള്ളതിനെ സപ്പോർട്ട് ചെയ്യില്ല. എന്ന് വെച്ചാല് നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ്. ഇപ്പൊ വണ്ണം ഉണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മള് അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണങ്ങള് അൺവാണ്ടഡ് ഫാറ്റ് ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭയങ്കര ഒബീസിറ്റി സ്റ്റേജിലേക്ക് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ബോഡി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുക, ഓക്കെ. പക്ഷെ ഞാൻ ആക്ച്വലി അത് സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ മാക്സിമം നമ്മുടെ ഹൈറ്റിനും ഉള്ള പ്രോപ്പർലി ഒരു വെയിറ്റിലേക്ക് കൊണ്ടുവരണം. ആവശ്യത്തിന്, അതായത് ജിമ്മിലൊക്കെ പോയി ഒന്ന് നമുക്ക് എന്റെ എയിം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്ട്രോങ് ആവാനാണ് ഞാൻ ജിമ്മിൽ പോയതാണ്. എനിക്ക് എന്തേലും ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു, ഇപ്പൊ വണ്ടി ഒന്ന് മറിഞ്ഞു വീണു, എനിക്കതൊന്ന് പൊക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് നേരെ വെക്കണം, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പം നമ്മള് വീട്ടിൽ ഇരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് വർക്ക്ഔട്ട് ചെയ്താണ് ബൈക്കിനെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചത്. ഒന്ന് മറിഞ്ഞാലും എനിക്കിപ്പോ ഒരു ധൈര്യമുണ്ട്, ഇവൻ വീണാലും എനിക്കൊന്ന് പൊക്കിയെടുക്കാൻ പറ്റും എന്നൊരു ധൈര്യമുണ്ട്. അപ്പം നമ്മുടെ ഹൈറ്റിനൊത്ത് വെയിറ്റ് ആക്കുക, അല്ലാതെ ഇപ്പൊ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലേ? ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പൊ മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കണം, വണ്ണം ഉള്ളവർക്ക് മെലിയണം എന്ന് പറഞ്ഞ് അത് അതിന്റെ എക്സ്ട്രീം ആവരുത്. ഒരു പ്രോപ്പർ BMI കീപ്പ് ചെയ്ത് നിൽക്കുക. അപ്പം അത്രേ ഉള്ളൂ. തീർച്ചയായും. റോസ്മി, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോളട്ടെ. ഈ റോസ്മി ഒരു മോഡൽ, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഈ സൗന്ദര്യം എന്നാൽ വെളുപ്പ് എന്ന് ചിന്തിക്കുന്നുണ്ടോ റോസ്മി? കാരണം ഞാൻ അത് ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പോലും കറുപ്പിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടൊരു സംഭവം, ഏറെ വേദനിപ്പിക്കുന്ന ഒരു മോശം സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ സൗന്ദര്യം എന്നാൽ അതിന് വെളുപ്പ് എന്ന് അർത്ഥമുണ്ടോ? റോസ്മി എന്താണ് മനസ്സിലാക്കുന്നത്? ഡെഫിനറ്റ്ലി അതൊരു ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു വാലിഡിറ്റി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇപ്പോഴും നമ്മുടെ നാട്ടില് ഈ സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു കറുപ്പോ നിറോ വെളുപ്പോ എന്നുള്ളതല്ല. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലെ ഫെയർനെസ് ക്രീമുകൾ, അതിന്റെ പേരുണ്ട് ഫെയർനെസ് ക്രീം. ഫെയർ ആക്കുക, ഫെയർ ഒരിക്കലും അല്ല. എന്റെ ഇപ്പം നമ്മൾ മിസ് കേരളയ്ക്ക് ഞാൻ പോയപ്പോ പോലും അവിടെ ഡസ്കി ടോൺഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു, ഡാർക്ക് സ്കിൻ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തില് ആണ് ഇപ്പോഴും ഈ പ്രശ്നമുള്ളത്. ഇന്റർനാഷണൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവര് ബ്ലാക്കിനെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു മോഡലുണ്ട്, അനോഖി. ആള് ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ചോക്ലേറ്റ് പോലെ ഇരിക്കും കാണാൻ. നമുക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നമ്മൾ ഒരിക്കലും അതിന് തെറ്റായ ധാരണയാണ്. പണ്ട് തൊട്ടുള്ള ഒരു തെറ്റായ ധാരണ തന്നെയാണ്. ഒരിക്കലും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് കറുപ്പോ വെളുപ്പോ ഒന്നുമല്ല. നമ്മുടെ
നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ആ ഒരു നമ്മുടെ എന്താണ് നമ്മളെ ആ ഒരു അപ്രോച്ച്, നമ്മുടെ ആ ഒരു യുണീക്നെസ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സൗന്ദര്യത്തിന് നമ്മളെ വിശേഷിപ്പിക്കുക. അല്ലാതെ ഒരിക്കലും കളർ കൊണ്ട് നമുക്ക് അതിനൊരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പായും ഉറപ്പായും. റോസ്മി ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ തന്നെ ഇനി എന്താണ് റോസ്മി ലക്ഷ്യം വെക്കുന്നത്? സിനിമയാണോ? അടുത്ത അച്ചീവ്മെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് നേടണമെന്നാണ് ഇനിയുള്ള സ്വപ്നം റോസ്മിയുടെ? സ്വപ്നം, എനിക്ക് സിനിമ ആഗ്രഹമുണ്ട്. ഞാനിപ്പം വർക്കിംഗ് ആണ്. ഞാൻ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആണ്. എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് എനിക്കൊരു ഒഴിവുള്ളത്. ആ സമയത്താണ് ഞാൻ ഈ എനിക്ക് എന്റെ പാഷന് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് സാറ്റർഡേ സൺഡേ മാത്രമാണ്. എന്റെ ലക്ഷ്യമായിട്ട് പറയുവാണെങ്കിൽ സിനിമ, മോഡലിംഗ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി. അപ്പം ഇപ്പൊ നമ്മുടെ ഫാമിലി വൈസ് ആക്ച്വലി എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, ഞാനും കൊടുക്കുന്നതാണ്. അപ്പം ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്റെ ബേസ് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അതായത് ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, ഞാനൊരു ജോലി നേടിയതിനു ശേഷമാണ് ഞാൻ ആക്ച്വലി ഇറങ്ങിയത്. കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒട്ടും ഭയങ്കര അൺസർട്ടനിറ്റി, ഒരു ഉറപ്പില്ലാത്ത കേസാണ്. കാരണം എല്ലാവർക്കും അതങ്ങനെ സക്സസ് ആണ്. ഇപ്പൊ എനിക്കായി എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് ആവാം, അവർ അത്രയും ശ്രമിച്ചാൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താവാം. പക്ഷെ എന്നാലും അൺഫോർട്ടൻ ആണ്. ഇപ്പം നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും എന്ന് പറയത്തില്ലേ. ഇപ്പം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക, നമുക്കുള്ളതാണെങ്കിൽ അത് വരും, ഇല്ലെങ്കിൽ ഇല്ല. അതിനെ കുറിച്ച് ഓർത്ത് ഇതാവണ്ട. എന്താ ഞാൻ പറഞ്ഞു വന്നിട്ട് പോയി. തീർച്ചയായും. എന്തായാലും സമയക്കുറവുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. റോസ്മി, എന്നോട് ക്ഷമിക്കുക. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ ആഗ്രഹമുള്ള ആളാണ്. ആ എത്തേണ്ട ഇടത്തൊക്കെ റോസ്മി എത്തട്ടെ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം ന്യൂസ് 3 ഞങ്ങൾക്കൊപ്പം അതിഥിയായി എത്തിയതിന്, റോസ്മിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി റോസ്മി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, റോസ്മിയാണ് അതിഥിയായി എത്തിയത്, വിശേഷങ്ങൾ പങ്കുവച്ചത്. നാളെ ഇതേ സമയം വീണ്ടും കാണാം ന്യൂസ് 3. നമസ്കാരം.